തെറ്റെന്ന് പറയുന്ന അല്ലെ നെഗറ്റീവ് എന്ന് പറയുന്ന ചില കാര്യങ്ങൾ നിരന്തരമായി ചെയ്ത് അത് ചെയ്തില്ലെങ്കിൽ തെറ്റെന്നൊരു ഫീലായി. അതാണ് വലിയ സംഭവം എന്നൊരു ഫീലായി. ഞങ്ങളുടെ കോട്ടയത്തെ തിരുനക്കര എന്നൊരു അമ്പലമുണ്ട്, അറിയാവോ? തിരുനക്കര ശിവക്ഷേത്രം ഉത്സവം ജസ്റ്റ് കഴിഞ്ഞതേ ഉള്ളൂ. അവിടെ ഗാനമേള നടക്കാറുണ്ട്. ഈ ഗാനമേളയുടെ പ്രത്യേകത എന്താണെന്ന് അറിയാം? ഈ ഗാനമേള ഇപ്പോഴത്തെ അടി. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് അവിടെ ഗാനമേളയുണ്ടോ അടിയ. ബ്ലൂ ഡയമണ്ട്സിന്റെ ഗാനമേളയ്ക്ക് അടിയ, എല്ലാ ഗാനമേളയ്ക്കും അടിയ. സത്യം പറഞ്ഞാൽ നമുക്ക് ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. ആൾക്കാർ തമ്മിൽ തല്ലുന്നു, പിന്നെ ഈ തല്ലുന്ന ആൾക്കാരെ പോലീസ് തല്ലുന്നു. അത് റൗണ്ട് തിരിച്ചാ, 1 റൗണ്ട് 2 റൗണ്ട് 3 റൗണ്ട് 4 റൗണ്ട് 8 റൗണ്ട് ഇതിന്റെ റീലൊക്കെ ഇറങ്ങാൻ തുടങ്ങി. ഈ അടിക്കുന്നത് സങ്കടകരമായ കാര്യമാണെങ്കിലും ഇപ്പൊ അതിന്റെ റീല് കണ്ടവരുണ്ടോ? തിരുനക്കര അമ്പലത്തിലെ അടി ഇത്തവണ 10 റൗണ്ട് അടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് റീൽ ഇറങ്ങാൻ തുടങ്ങി. അപ്പൊ കഴിഞ്ഞ ദിവസം ഉത്സവത്തിന് സമയത്ത് എൻ്റെ നാട്ടിലുള്ള നിങ്ങളുടെ പ്രായമുള്ള കുറച്ച് പെൺപിള്ളേർ പറഞ്ഞു, ചേട്ടാ ഞങ്ങൾ ഗാനമേള കേൾക്കാൻ പോകുക, ചേച്ചിയെ വിടുന്നോന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു മക്കളെ, നിങ്ങൾ എന്തിനാ ഗാനമേളയ്ക്ക് പോകുന്നേ? അവിടെ പൊരിഞ്ഞ അടിയാ. അതിന് ഞങ്ങൾ പാട്ട് കേൾക്കാൻ പോകുന്നതല്ല, അടി കാണാൻ പോകുന്ന. ഗാനമേള എവിടെയും കേൾക്കാലോ, അടി കാണണമെങ്കിൽ തിരുനക്കര പോകണം. എന്നിട്ട് ഈ പിള്ളേർ പോയി. അടുത്ത ദിവസം ഞാൻ ചോദിച്ചു, അടി കണ്ടോ? ഓ ചേട്ടാ 3 എണ്ണേ കാണാൻ പറ്റുള്ളൂ. അവിടെ ഇഷ്ടം പോലെ അടി നടന്നു. ഞങ്ങൾ നിന്നോടത്തല്ല, വേറെ സ്ഥലത്ത് അടി ഉണ്ടായിരുന്നു. നെഗറ്റീവ് സാധനം പറഞ്ഞ് അതിനെ പോസിറ്റീവ് ആക്കുക. മദ്യപാനം എന്നുള്ളത് നെഗറ്റീവായിരുന്നു. ഇന്ന് ഗ്രൂപ്പിൽ മദ്യപിക്കാത്തവനെ ഒറ്റപ്പെടുത്തുക, അവൻ തെറ്റുകാരനാണ്. പ്രേമലും സിനിമയ്ക്കകത്ത് നായകനും അടിക്കുന്നുണ്ട്, നായിക അടിക്കുന്നുണ്ട്, നാട്ടുകാരുടെ എല്ലാവരും അടിയോടടിയാ. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ കൂട്ടത്തിൽ മദ്യപിക്കാത്ത മോണ്ണ ആണുങ്ങൾക്ക് വില കളയാൻ വേണ്ടിയിട്ട് മക്കുണ്ണി അവനെ പൊട്ടനാക്കുക. പഠിക്കുക എന്നുള്ള നല്ല കാര്യം, ഉഴപ്പുക എന്നുള്ളത് മോശമായിരുന്നു. ഇപ്പൊ പഠിക്കുന്നവനെ അവനൊരു പഠിപ്പിച്ചിട്ട് എന്താ അവനോട് ഇത്ര പ്രശ്നം? ഒന്നാമത്തേത് അവൻ നന്നായിട്ട് പഠിക്കും. അവനെ ഒറ്റപ്പെടുത്തുക, കളിയാക്കുക. മറ്റേ ഉഴപ്പുന്നത് ഹീറോയിസായി മാറിക്കൊണ്ടിരിക്കുക.